പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ. ഇന്ന് അർദ്ധരാത്രി 12:20 കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 281, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വകുപ്പ് 194D എന്നിവ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 173 പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത്. അതെ, പുതിയ നിയമം വന്നതിന് ശേഷം ഇന്ന് പുലർച്ചെ പെട്രോളിംഗ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി 12 മണിക്ക് തന്നെ ഒരു മുഹമ്മദ് ഷാഫി ഉള്ള ഒരാൾ റേഷൻ നെഗ്ലിജന്റ് ആയിട്ട് റൈഡ് ചെയ്ത് മനുഷ്യജീവന അപകടം വരത്തക്ക രീതിയിൽ റൈഡ് ചെയ്തിട്ട് പുറത്തു ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ എടുത്ത് കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ക്രൈം 936/2024 സെക്ഷൻ 281 പ്രകാരം സെക്ഷൻ 281 BNS പ്രകാരം കേസ് വെച്ചു. ഒപ്പം 194D MB ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ദ ഫസ്റ്റ് കേസ് ഇൻ ദ സ്റ്റേറ്റ്. രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം. അതെ അതെ. ഇപ്പോ പുതിയ നിയമപ്രകാരം കുറച്ച് അതില് കുറെ വലിയ വ്യത്യാസങ്ങളൊന്നും ചില കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ ഇതില് പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഈ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിലെ പുതിയ നിയമത്തില്. അപ്പോൾ അങ്ങനെ ഈ 3 വർഷം തൊട്ട് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ പിന്നെ പ്രിലിമിനറി എൻക്വയറി നടത്താം, DYSP ഉദ്യോഗസ്ഥർ തീരുമാനിക്കാം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ വാഗ്ദാനമൊക്കെ നൽകിയിട്ട് മ്യൂച്വൽ കൺസെന്റോടുകൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് അത് പുറകിലേക്ക് മാറുകയാണെങ്കിൽ അതില് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളുള്ളതുകൂടി. അപ്പോൾ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അത് 5000 രൂപ വരെയുള്ള മുതലിന്റെ ഇതാണെങ്കിൽ അതില് പിന്നെ മുതൽ റിക്കവറി നടത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് ട്രിവിയിലാണെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസൊക്കെ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളുള്ള ജനങ്ങളുമായിട്ട് സൗഹൃദത്തിൽ നിൽക്കുന്ന എക്സാക്ട്ലി. അപ്പോ പിന്നെ അത് ഇതിലുൾപ്പെട്ട ഉദ്യോഗസ്ഥര് SI ബാബുരാജ് ഉദ്യോഗസ്ഥരാണ്. ബാബുരാജ് SI, പിന്നെ അബ്ദുല്ല ബാബു CPO, പിന്നെ അതുപോലെ തന്നെ ബാബുരാജ് CPO തുടങ്ങിയവരാണ് അത് ഡിറ്റക്ട് ചെയ്തത്. പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ ആ സമയത്ത് ഒരു അജിത് കുമാർ കൂടിയാണ്. അവരെല്ലാം ചേർന്നാണ് FIR. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.